ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും ചെങ്കാർ ഗാരേജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു യമഹ R15 V2ൻ്റെ ഫ്യൂൽ ടാങ്ക് ലീക്കാണ്. അപ്പോൾ അത് നമുക്ക് അഴിച്ചെടുത്തുകൊണ്ട് പോയി നമുക്ക് നമ്മുടെ ഗ്യാസ് വെൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ലീക്ക് ഒരു ബോഡി കൊണ്ടുപോയി MC അടിക്കുന്നു, പുട്ടിയിടുന്നു. എത്ര MC അടിച്ചാലും എത്ര പുട്ടിയിട്ടാലും ആ സാധനം ലീക്ക് വന്നിരിക്കും, മസ്റ്റാണ്. അപ്പോൾ അതിന് പെർമനൻറ്റ് സൊല്യൂഷൻ ഗ്യാസ് വെൽഡ് ചെയ്യുക. അപ്പോൾ ഓടിക്കൊണ്ട് നമ്മൾ ടാങ്ക് അഴിച്ചുകൊണ്ട് ഗ്യാസ് വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ബ്ലാസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ടാങ്ക് അഴിച്ച് കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എന്നിട്ട് വേണം നമ്മൾ ഗ്യാസ് വെൽഡ് ചെയ്യാൻ. വേറെ സീനൊന്നുമില്ല, കാരണം ഇതിൻ്റെ ഓണർ ഒരു കുതിരയെപ്പോലെ നോക്കുന്ന ആളാണ്. ചിലവരുണ്ട് കഴുതയെപ്പോലെ നോക്കണവർ, അവരൊന്നും മൈൻഡ് ചെയ്യാൻ കൊണ്ട് നടന്നോളൂ. ഇത് പുള്ളി അങ്ങനത്തെ ഒരാളല്ല, അത്യാവശ്യം നല്ല നീറ്റായിട്ട് കൊണ്ട് നടക്കണം. അപ്പോൾ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ പുള്ളി അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാൻ പറഞ്ഞ് തന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലാവാം. ഓക്കെ, ഇത് അഴിച്ചെടുക്കുമ്പോൾ സൂക്ഷിക്കണം. ചെറിയൊരു ലോക്കിലാണ് ഇരിക്കുന്നത്. തിരിച്ച് രണ്ട് സൈഡും ഒരേപോലെ പ്രസ് ചെയ്ത് എടുക്കുക. കാരണം ഇതൊന്നും സെപ്പറേറ്റ് കിട്ടില്ല, ഒടിഞ്ഞു പോയാൽ തീർന്നു. അതേപോലെ ഈ പമ്പിൻ്റെ കണക്ഷൻ, ഈ പ്ലാസ്റ്റിക് ഫൈബർ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പമ്പ് അടക്കം മാറുന്നത്. അപ്പോൾ ധൃതി പിടിക്കുക, ഒരിക്കലും എടുക്കരുത്. നമ്മൾ ചട്ടി കിട്ടും. ക്യാപ്പാണ് ഈ തിരിച്ചിടുമ്പോൾ ഈ ക്യാപ്പ് ഇങ്ങനെ ഇടണം. നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പോൾ നോക്കിയോ, ദേ ഇവിടം തൊട്ടാണ് ലീക്ക് കിട്ടുക. അത് ഇവിടെ ഉണ്ട്, നല്ല ലീക്കുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ഗ്യാപ്പുണ്ട്. അതേപോലെ ഇതിൻ്റെ പാക്കിങ്ങിൽ നിന്നും വരുന്നുണ്ട് ശരിക്കും ലീക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് ഫ്യൂല് റിമൂവ് ചെയ്യാം. നമുക്ക് വേറൊരു പാത്രത്തിൽ ഊറ്റിയിട്ട് ഫുൾ ക്ലീൻ ചെയ്ത് ആദ്യം പമ്പ് അഴിച്ചെടുക്കാം. അതിനുശേഷം ശരിക്കും ക്ലീൻ ചെയ്ത് നമുക്ക് ഗ്യാസ് വെൽഡ് ചെയ്ത് തിരിച്ച് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടിയിൽ കയറ്റാം. ഓക്കെ, അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്തായാലും അഴിച്ച സ്ഥിതിക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതുപോലെ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് കയറ്റണം. എന്തായാലും അഴിച്ചതല്ലേ. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ടാങ്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീനിങ്, പമ്പിൻ്റെ ക്ലീനിങ് നമുക്ക് നോക്കാം.